നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിഫറൻസ് ഷെയറിന്റെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിന്റെ കംപ്ലീറ്റ് തിയറി നോക്കിയിരുന്നു. ഇന്ന് ഇന്ന് ഈ ക്ലാസ് മുതൽ നമ്മൾ നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നൊരു പ്രോബ്ലം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂ. E Limited had 8,008% redeemable preference shares of rupees 25 each. Rupees 20 called up. The company decided to redeem the preference shares at 5% premium by the issue of sufficient number of equity shares of rupees 10 each fully paid up at a premium of 10%. Pass necessary journal entries relating to redemption. അതായത് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ഇ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ഓക്കെ, ആ കമ്പനി 8% പ്രിഫറൻസ് ഷെയർസ് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? റിഡീം ചെയ്യാൻ തീരുമാനിച്ചു. ആ പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞത് 25 രൂപയാണ്. 25 രൂപയിൽ 20 രൂപയാണ് അവർ കളക്ട് ചെയ്ത് കോൾഡപ്പ് ചെയ്തിട്ട് എത്രയാണ്? 20 രൂപയാണ്. ഓക്കെ, അപ്പം ദ കമ്പനി ഡിസൈഡ് ടു റിഡീം ദ പ്രിഫറൻസ് ഷെയർസ് അറ്റ് 5% പ്രീമിയം ബൈ ദി ഇഷ്യൂ സഫിഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. കമ്പനി എന്ത് തീരുമാനിച്ചു? റിഡീം ചെയ്യാൻ തീരുമാനിച്ചു. എത്രയാ? 5% പ്രീമിയത്തിലാണ് റിഡംഷൻ നടത്തുന്നത്. ഓക്കെ, പ്രീമിയം റിഡംഷൻ അറ്റ് പ്രീമിയം ആണ്. 5% പ്രീമിയത്തിലാണ് കമ്പനി റിഡീം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ റിഡീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ടിന് വേണ്ടിയിട്ട് ബൈ ദി ഇഷ്യൂ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച് ഫുള്ളി പേഡ് അറ്റ് പ്രീമിയം ഓഫ് 10%. അത് റിഡീം ചെയ്യാൻ ആവശ്യമായ എമൗണ്ടിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു? കമ്പനി എന്താണ് പുതിയ ഒരു ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ഇക്വിറ്റി ഷെയറിന്റെ വില എത്രയാണ്? 10 രൂപയാണ്. ഒരു ഇക്വിറ്റി ഷെയറിന്റെ വില 10 രൂപയാണ്. അതായത് നമുക്ക് റിഡീം ചെയ്യാൻ നമുക്ക് രണ്ട് രീതി ഉണ്ട് അല്ലേ? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ട്, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ കമ്പൈൻഡ് മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇത് ഏത് മെത്തേഡാണ്? റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഷെയർസ് ആണ്. അത് പുതിയ ഷെയർ ഇഷ്യൂ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് റിഡീം ചെയ്യുന്ന ഒരു മെത്തേഡാണത്. ഓക്കെ, ഈ മെത്തേഡ് പറയുന്നത് നമുക്ക് റിഡീം ചെയ്യാൻ എത്ര ഫണ്ട് ആവശ്യമുണ്ടോ അതിനാവശ്യമായ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ നടത്തിയിട്ട് നമ്മൾ കണ്ടെത്തുന്നു. ആ ഇക്വിറ്റി ഷെയറിന്റെ ഇഷ്യൂവിൽ നിന്ന് നമുക്ക് 10% പ്രീമിയം ലഭിക്കുന്നുണ്ട്. ഓക്കെ, പാസ് ജേണൽ എൻട്രീസ് റിലേറ്റിംഗ് ടു റിഡംഷനുമായി ബന്ധപ്പെട്ട് ജേണൽ എൻട്രീസ് ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 8,000 പ്രിഫറൻസ് ഷെയറിനാണ് റിഡീം ചെയ്യുന്നത്. പ്രിഫറൻസ് ഷെയറിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് 25 രൂപയാണ്. 25 രൂപയാണ് കളക്ട് ചെയ്യേണ്ടത്. അവർ കളക്ട് ചെയ്തത് 20 രൂപയാണ്. അപ്പോൾ ഇത് ഏതാ സിറ്റുവേഷൻ? നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം പ്രിഫറൻസ് ഷെയറിന്റെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ആ പ്രോബ്ലത്തിൽ ഇത് ഫുള്ളി പേഡപ്പ് ആണോ പാർട്ലി പേഡപ്പ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കാം. അപ്പം ഫുള്ളി പേഡപ്പ് ആണ് എങ്കിൽ നമുക്കറിയാം എന്താണ്. ഫുള്ളി പേഡപ്പ് അല്ല എങ്കിൽ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് പ്രൊവിഷൻ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? പാർട്ലി പേഡപ്പ് ആയിട്ടുള്ള ഷെയറിനെ ആദ്യം ഫുള്ളി പേഡപ്പ് ആക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ റിഡംഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഫുള്ളി പേഡപ്പ് ആണോ പാർട്ലി പേഡപ്പ് ആണോ നോക്കണം. ഈ ഒരു ഫസ്റ്റ് ലൈൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? 25 രൂപയുള്ള ആ പ്രിഫറൻസ് ഷെയറിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള എത്ര രൂപയാണ്? 20 രൂപയാണ്. അപ്പൊ ഇനിയും അതിൽ നിന്ന് 5 രൂപ കളക്ട് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. അപ്പൊ 5 രൂപ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അതിന് എന്ത് വിളിക്കാം? നമുക്ക് അതൊരു പാർട്ട്ലി പേഡപ്പ് ഷെയർ ആണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം റിഡംഷൻ പ്രൊസീജിയറിൽ പാർട്ട്ലി പേഡപ്പ് ഷെയറിനെ ഫുള്ളി പേഡപ്പാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിനുള്ള ജേണൽ എൻട്രീസ് എഴുതണം. ഓക്കെ, അപ്പം അതിനുള്ള ജേണൽ എൻട്രീസ് നമുക്കറിയാലോ. എന്താണ് ജേണൽ എൻട്രീസ്? പാർട്ട്ലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പാർട്ട്ലി പേഡപ്പിൽ നിന്നും പണം ചോദിക്കണം അല്ലെ? ആ ചോദിക്കുന്നതിനെയാണ് ഡ്യൂ എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ ആ പാർട്ടിനോട് പറയാണ് എന്ത്? ആ ബാക്കിയുള്ള 5 രൂപ നിങ്ങൾ അടയ്ക്കണം. അപ്പൊ അടയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു എൻട്രി എന്ത് ചെയ്യണം? എഴുതണം. എന്താണ് എൻട്രി? ഡ്യൂ ആക്കിയിട്ടുള്ള ഒരു എൻട്രി എഴുതണം. എന്താണ് എൻട്രി? നമ്മൾ പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ? അതായത് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഇട്ടിട്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ നമ്മൾ വിളിക്കുകയാണ്. ഓക്കെ, അപ്പം പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ നമ്മൾ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വിളിക്കുക മീൻസ് എന്താണ്? നമ്മൾ അവരോട് അടയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവരോട് പറയുന്നു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് നിങ്ങൾ തരാനുള്ള പണം അടയ്ക്കൂ എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് എൻട്രിയോട്. അതാണ് അതിന്റെ അർത്ഥം, ഡ്യൂ ആക്കാന്ന് പറഞ്ഞാൽ. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പണം അടയ്ക്കും. അപ്പോൾ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പണം റിസീവ് ചെയ്യുന്നത് കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് എഴുതും. ഓക്കെ, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോളിന്റെ ഭാഗമായിട്ട് നമുക്ക് പണം ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പൊ ഈ രണ്ട് എൻട്രിയിലൂടെ അത് എന്തായിട്ട് മാറും? പാർട്ട്ലി പേഡപ്പ് ഫുള്ളി പേഡപ്പ് ഷെയർ ആയിട്ട് മാറും. അതങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിന് നമുക്ക്
റിഡംഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് നമുക്ക് റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ റിഡംഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് ഉണ്ടോ നോക്കണം. അപ്പൊ റെഡീം ചെയ്യണമെങ്കിൽ 8000 ഡിബഞ്ചറിനെ റെഡീം ചെയ്യണമെങ്കിൽ നമുക്ക് 25 രൂപ വെച്ചിട്ട് എത്ര രൂപ വേണം നോക്കാം. ആ രൂപയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഷെയർ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇഷ്യൂ നടത്തണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഇക്വിറ്റി ഷെയർ 10 രൂപ വിലയുള്ള പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ നടത്തുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വഴി വഴി കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പാർട്ലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കി മാറ്റാനുള്ള ജേണൽ എൻട്രി ആണ് എഴുതേണ്ടത് അല്ലെ. അപ്പൊ എന്താണ് എൻട്രി വരിക, എന്താ എൻട്രി വരിക, ആദ്യം നമ്മൾ ഡ്യൂ ആക്കണം. അപ്പൊ ഡ്യൂ ആക്കാനുള്ള എൻട്രി എന്താണ്, പ്രിഫറൻസ് ഷെയർ അല്ലെ, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് ചെയ്ത പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതും. എന്താ അതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം എന്താണ്, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അടച്ച് കൊണ്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലേക്ക് ഉള്ള ബാക്കി എമൗണ്ടും കൂടി നൽകാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ 25 രൂപ എത്തണം ഒരു പ്രിഫറൻസ് ഷെയറിൽ നിന്നും, അതിൽ 20 രൂപ നമുക്ക് എത്തിയിട്ടുള്ളൂ. അപ്പം ബാക്കി എമൗണ്ടും കൂടി നൽകിക്കൊണ്ട് എന്താണ് ആ പ്രിഫറൻസ് ഷെയർ അടയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള എൻട്രി ആണത്. അപ്പൊ എന്താണ് ഫൈനൽ കോൾ, ഇതിന്റെ നരേഷൻ എന്താ കൊടുക്കുക, ഫൈനൽ കോൾ ഡ്യൂ, ഫൈനൽ കോൾ ഡ്യൂ ആയി, ഇതാണ് ഇവിടെ നരേഷൻ വരുന്നത്. ഓക്കെ, ഫൈനൽ കോൾ ഡ്യൂ. അപ്പോൾ എന്താ എത്ര ഷെയറിന്റെ ഫൈനൽ കോൾ ആണ്, എത്ര പ്രിഫറൻസ് ഷെയറിന്റെ എമൗണ്ട് ആണ് നമ്മൾ അടയ്ക്കാൻ പറഞ്ഞത്, നമുക്ക് 8000 പ്രിഫറൻസ് ഷെയറിൽ നിന്നും ഇനി എത്ര രൂപ വെച്ച് കിട്ടാനുണ്ട്, 5 രൂപ വെച്ച് കിട്ടാനുണ്ട് അല്ലെ. അപ്പോൾ 8000 ഇൻറ്റു 5 നമുക്ക് കിട്ടാനുണ്ട്. ക്ലിയർ. അപ്പൊ നമ്മൾ നരേഷൻ അങ്ങനെ കൊടുത്തു, ഫൈനൽ കോൾ ഡ്യൂ എത്ര, 8000 പ്രിഫറൻസ് ഷെയറിൽ നിന്ന് 5 രൂപ നമുക്ക് കിട്ടാനുണ്ട്. കാരണം എന്താണ്, 20 രൂപ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചു, കോൾഡ് അപ്പ് 20 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ 5 ആണ് ഇനി കിട്ടാനുള്ളത്. ക്ലിയർ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, എമൗണ്ട് കോളത്തിൽ എഴുതുക, 8000 ഇൻറ്റു 5 എത്ര കിട്ടുക, 40,000 രൂപ ആയിരിക്കും അല്ലെ. 8000 ഇൻറ്റു 5. ഓക്കെ, 40,000 രൂപ നമുക്ക് അവിടെ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവരോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ക്ലിയർ. അപ്പൊ അടയ്ക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത എൻട്രി എന്താണ്, അപ്പൊ ഒന്നാമത്തെ എൻട്രി പാർട്ലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കാനുള്ള എൻട്രി ആണ്. അതിൽ ആദ്യം എന്ത് ചെയ്യണം, അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന എൻട്രി, അത് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത എൻട്രി എന്താണ്, അടുത്ത എൻട്രി എന്ന് പറയുന്നത് നമ്മൾ അവരോട് എന്ത് ചെയ്യുന്നു, നമ്മൾ അവരോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം അവരെന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, ആ പണം അടയ്ക്കും. ഈ 40,000 രൂപ അവർ അടയ്ക്കും. അടയ്ക്കുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് എന്ത് വരുന്നു, ക്യാഷ് വരുന്നു. ക്യാഷ് വരുന്നത് കൊണ്ട് വർക്ക് കംസ് ഇൻ ഡെബിറ്റ് അല്ലെ, അതുകൊണ്ട് ക്യാഷ് വരുന്നത് കൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അല്ലെ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് വഴിയാണ് ക്യാഷ് കിട്ടിയത്, എന്തിൽ നിന്നാണ് ക്യാഷ് കിട്ടിയത്, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോളിൽ നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ഓക്കെ, ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടാനുണ്ടായിരുന്ന 40,000 രൂപ കിട്ടി എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞ് എൻട്രി ചെയ്തു. അപ്പൊ നമുക്ക് ഈ എൻട്രിയിലൂടെ എന്തായി, പാർട്ലി പേഡപ്പ് ഷെയർ ഫുള്ളി പേഡപ്പ് ഷെയർ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ എന്താണ് നരേഷൻ കൊടുക്കുക, എമൗണ്ട് റിസീവ് ഫ്രം പ്രിഫറൻസ് ഷെയർ ഹോൾഡർ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, എമൗണ്ട് കിട്ടി. ഓക്കെ, എമൗണ്ട് റിസീവ്ഡ് ഫ്രം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എമൗണ്ട് കിട്ടി. ക്ലിയർ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഘട്ടം ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു അത് പാർട്ലി പേഡപ്പ് ആണോ ഫുള്ളി പേഡപ്പ് ആണോ എന്നുള്ളത്. ഫുള്ളി പേഡപ്പ് ആണെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേജിലെ 2 ജേണൽ എൻട്രി നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് പാർട്ലി പേഡപ്പ് ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേജിൽ, അതായത് പാർട്ലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കുന്ന ഫസ്റ്റ് സ്റ്റേജിലെ 2 ജേണൽ എൻട്രീസ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജ് എന്താണ്, റെഡീം ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് എത്രയാണ് അത് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമ്മൾ വർക്കിംഗ് നോട്ടിൽ ചെയ്യാണ്, എമൗണ്ട്
റിക്വേർഡ് എത്രയാണ് അല്ലെ? എമൗണ്ട് റിക്വേർഡ് ഫോർ റിഡംഷൻ. റിഡംഷന് നമുക്ക് എത്ര രൂപ ആവശ്യമുണ്ട്? എത്ര രൂപ ആവശ്യമുണ്ട്? അത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആദ്യം ഫേസ് വാല്യൂ അല്ലെ? ഫോർ ഫേസ് വാല്യൂവിന് എത്ര രൂപ വേണം? ഫേസ് വാല്യൂ നമുക്കറിയാം, നമ്മൾ 8000 ഡിബഞ്ചർ, 8000 പ്രിഫറൻസ് ഷെയർ ആണ് റെഡീം ചെയ്യുന്നത്. ഒരു ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. അപ്പോൾ ഫേസ് വാല്യൂ നമുക്ക് എത്ര രൂപ വേണം? 8000 ഇൻറ്റു 25, അത്രയും എമൗണ്ട് നമുക്ക് ഫേസ് വാല്യൂ റെഡീം ചെയ്യാൻ ആവശ്യമുണ്ട്. ഓക്കെ, 8000 ഇൻറ്റു 25, അതായത് നമുക്ക് 2 ലക്ഷം രൂപ നമുക്ക് ഫേസ് വാല്യൂ റെഡീം ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മള് ഇവിടെ റിഡംഷൻ നടത്തുന്നത് റിഡംഷൻ അറ്റ് പ്രീമിയത്തിലാണ് അല്ലെ? ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലെ? ഇവിടെ നമ്മൾ റിഡംഷൻ നടത്തുന്നത് എത്രയാണ്? ഇങ്ങനെയാണ്: ദ കമ്പനി ഡിസൈഡ് ടു റെഡീം ദി പ്രിഫറൻസ് ഷെയർ അറ്റ് 5% പ്രീമിയം. 5% പ്രീമിയത്തിലാണ് നമ്മുടെ കമ്പനി ഇവിടെ റിഡംഷൻ നടത്തുന്നത്. അതുകൊണ്ട് ആ 5% പ്രീമിയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് എമൗണ്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? 5% പ്രീമിയം നമുക്ക് ഇവിടെ എടുക്കണം. എന്താ കൊടുക്കേണ്ടത്? ഫോർ ഫേസ് വാല്യൂ എന്നാ കൊടുത്ത്, അതല്ല കൊടുക്കേണ്ടത്. എന്താണ്? ഫോർ റിഡംഷൻ പ്രീമിയത്തിന് വേണ്ടിയിട്ട്. ഫോർ റിഡംഷൻ പ്രീമിയം എത്രയാണ്? റിഡംഷൻ പ്രീമിയം ക്വസ്റ്റ്യനിൽ പറയുന്നത് 5% എന്ന് പറയുന്നത് അല്ലെ? റിഡംഷൻ പ്രീമിയം 5% ആണ്. 5% എന്ന് പറയുമ്പം 2 ലക്ഷത്തിന്റെ 5% ആയിരിക്കും പ്രീമിയം വരിക അല്ലെ? അപ്പൊ 5 ലാക്ക് 2 ലക്ഷത്തിന്റെ 5% കാണണം. എത്രയാണത്? നോക്കാം. വരുന്നത് 2 ലക്ഷത്തിന് 5% എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? ഉം, 10,000 രൂപയാണ് വരുന്നത് അല്ലെ? 10,000 രൂപ. അപ്പം 2 ലക്ഷത്തിന്റെ 5% എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. 10,000 രൂപയാണ് നമുക്ക് റിഡംഷൻ പ്രീമിയം ആയിട്ട് വരുന്ന 10,000 രൂപയാണ്. അപ്പൊ ടോട്ടൽ നമുക്ക് റെഡീം ചെയ്യാൻ നമുക്ക് എത്ര രൂപ വേണം? ടോട്ടൽ നമുക്ക് റെഡീം ചെയ്യുവാൻ 2,10,000 രൂപ നമുക്ക് ആവശ്യമുണ്ട്. ടോട്ടൽ റെഡീം ചെയ്യാൻ നമുക്ക് 2,10,000 രൂപ നമുക്ക് ആവശ്യമുണ്ട്. ക്ലിയർ? ഇതാണ് നമുക്ക് എന്ത് റെഡീം ചെയ്യാൻ നമുക്ക് ആവശ്യമായ എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ എത്രയാണ്? ടോട്ടലി നമുക്ക് 2,10,000 രൂപയാണ് നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ആയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എത്ര പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ നടത്തണം? അപ്പൊ പുതിയ ഇക്വിറ്റി ഷെയർ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് എന്താണ്? നമ്മൾ റെഡീം ചെയ്യാൻ ആവശ്യമായ പ്രീമിയത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. ഓക്കെ, റെഡീം ചെയ്യാൻ ആവശ്യമായ പ്രീമിയത്തിന് വേണ്ടിയിട്ട് പുതിയ ഷെയർ ഇഷ്യൂ നടത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിനർത്ഥം എന്താണ്? റെഡീം ചെയ്യാൻ ആവശ്യമായ ഫേസ് വാല്യൂന്റെ എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഷെയർ ഇഷ്യൂ നടത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ്? നമ്പർ ഓഫ് ന്യൂ ഷെയർസ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര പുതിയ ഷെയർ വേണം നോക്കാം. നമ്പർ ഓഫ് ന്യൂ ഷെയർസ് എത്ര വേണം? എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ റെഡീം ചെയ്യാൻ പോകുന്നതിന്റെ ഫേസ് വാല്യൂ അല്ലെ? എത്രയാണ്? ഫേസ് വാല്യൂ എത്രയാണ്? 2 ലാക്ക് ആണ്. ആ 2 ലാക്ക് ഡിവൈഡ് ബൈ നമ്മൾ പുതുതായിട്ട് ഇഷ്യൂ നടത്തുന്ന ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10 രൂപയാണ്. ഓക്കെ, അപ്പൊ 2 ലാക്ക് ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20,000 പുതിയ ഇക്വിറ്റി ഷെയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പനി ഇവിടെ പുതുതായിട്ട് ഇഷ്യൂ നടത്തുന്നത്. എത്രയാണ്? 20,000 ഇക്വിറ്റി ഷെയർസ് ആണ് കമ്പനിയുടെ പുതുതായിട്ട് ഇഷ്യൂ നടത്തുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് പറഞ്ഞത്? എങ്ങനെ നമ്മൾ കണ്ടെത്തിയത്? നമ്മുടെ നിയമം അനുസരിച്ചിട്ട് റെഡീം ചെയ്യാൻ പോകുന്ന പ്രീമിയത്തിന് വേണ്ടിയിട്ട് പുതിയ ഇക്വിറ്റി ഷെയറോ പുതിയ ഷെയറോ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ റെഡീം ചെയ്യാൻ പോകുന്ന ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പുതിയ ഷെയർ ഇഷ്യൂ നടത്തുന്നത്. ഫേസ് വാല്യൂ എത്രയാണ്? റെഡീം ചെയ്യാൻ പോകുന്ന ഇതിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 2 ലാക്ക് ആണ്. ഓക്കെ, റെഡീം ചെയ്യാൻ പോകുന്നതിന്റെ ഫേസ് വാല്യൂ 2 ലാക്ക് ആണ്. ആ 2 ലാക്ക് ഡിവൈഡ് ബൈ പുതുതായിട്ട് നമ്മൾ ഇഷ്യൂ നടത്തുന്ന ഇക്വിറ്റി ഷെയറിന്റെ വില എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം എത്രയാണ്. പുതിയതായിട്ട് നമ്മൾ ഇഷ്യൂ നടത്തുന്ന ഇക്വിറ്റി ഷെയറിന്റെ എണ്ണം 10 രൂപയാണ്. ക്ലിയർ? അപ്പൊ എത്രയാണ്? 2 ലാക്ക് ഇൻറ്റു 2 ലാക്ക് ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ 20,000 പുതിയ ഇക്വിറ്റി ഷെയർ നമ്മൾ അവിടെ ഇഷ്യൂ നടത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലായി. പിന്നെ ഇഷ്യൂ അറ്റ് പ്രീമിയത്തിലാണ്. പുതിയ ഇക്വിറ്റി ഷെയർ നടത്തുന്ന ഇഷ്യൂ നടത്തുന്ന പ്രീമിയത്തിലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ജനറേറ്റ് എഴുതുമ്പോൾ അതിന്റെ എൻട്രി കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് വർക്കിംഗ് നോട്ട് വഴി ആദ്യം കണ്ടെത്തി വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റിഡംഷന്റെ ഭാഗമായിട്ട് നമുക്ക് റെഡീം ചെയ്യണമെങ്കിൽ, പുതിയ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യണമെങ്കിൽ നമുക്ക് എമൗണ്ട് ആവശ്യമുണ്ട്. ആ എമൗണ്ടിന് വേണ്ടിയിട്ട് പുതിയ
പ്രിഫറൻസ് ഷെയറിനെ പുതിയ ഇക്വിറ്റി ഷെയറിനെ നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ നടക്കുമ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് വരും? ക്യാഷ് വരും അല്ലെ. അപ്പൊ എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് അല്ലെ. എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, അതായത് ക്യാഷ് വരുന്നത് കാണിക്കാൻ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. പിന്നെന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ അത് മാത്രമാണോ ഉള്ളത്? അല്ല, എന്തും കൂടി ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം. നമുക്ക് ക്യാഷ് മാത്രം, ക്യാപിറ്റലിന്റെ എമൗണ്ട് മാത്രമാണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ നിന്നുള്ള എമൗണ്ട് മാത്രമാണ് കിട്ടുന്നത്. അല്ല, എന്തും കൂടി കിട്ടുന്നുണ്ട്? സെക്യൂരിറ്റി പ്രീമിയം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് ക്യാപിറ്റലാണ് പുതുതായിട്ട് ഇഷ്യൂ നടത്തുന്നത്? ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതുകൊണ്ട് എന്ത് എഴുതുക? ടു ഇക്വിറ്റി, ക്വസ്റ്റ്യൻ അനുസരിച്ച് കേട്ടോ. ഇനി പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അത് എഴുതുക. ഇവിടെ ഇക്വിറ്റി ഷെയർ ആയതുകൊണ്ട് അങ്ങനെ എഴുതുന്നു. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ അത് മാത്രമല്ല നമുക്ക് കിട്ടുന്നത് അല്ലെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്നുള്ള പുതിയ ഷെയർ ഇഷ്യൂ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ഒരു എമൗണ്ട് ബാങ്കിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ ആ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്നും നമുക്ക് എന്തും കൂടി കിട്ടുന്നുണ്ട്? നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം കൂടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതുകൂടി എഴുതണം. ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് എഴുതുക. ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. സെക്യൂരിറ്റി പ്രീമിയം എത്രയാണ് കിട്ടുന്നത്? അത് ഒരു ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ നോക്കാം. എത്ര കിട്ടുന്നത്? 10%. പ്രീപെയ്ഡ് പ്രീമിയം 10%. 10% നമുക്ക് പ്രീമിയം കിട്ടുന്നത് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ നേരെ എഴുതാം എമൗണ്ട്. ക്രെഡിറ്റിൽ ആദ്യം എമൗണ്ട് എഴുതാം, അതാണ് നല്ലത്. അപ്പൊ എന്ത് ചെയ്യുക? ക്രെഡിറ്റിലെ എമൗണ്ട് എഴുതാം. ക്രെഡിറ്റിൽ എത്ര വരുന്നത്? 2000 ഇക്വിറ്റി ഷെയർ ആണല്ലോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ. 2000 അല്ലെ, 20,000 ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ നടത്തുന്നത് എന്ന് നമ്മൾ കണ്ടെത്തി. കാരണം 2 ലക്ഷം രൂപ നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമുണ്ട്. ആ 2 ലക്ഷം രൂപ നമുക്ക് റെഡീം ചെയ്യണമെങ്കിൽ 20,000 ഇക്വിറ്റി ഷെയർ ആവശ്യമുണ്ട്. 20,000 ഇക്വിറ്റി ഷെയർ ആവശ്യമുണ്ട്. അപ്പൊ 20,000 ഇൻറ്റു ഒരു ഇക്വിറ്റി ഷെയറിന്റെ വില എത്രയാണ്? 10. അപ്പൊ എമൗണ്ടിൽ എത്ര വരും? 2 lakh വരും. ക്ലിയർ. ഇനി ഈ സെക്യൂരിറ്റി പ്രീമിയം എത്ര വരും? സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10% എന്ന ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലെ. 10%. അപ്പൊ 2 lakhന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 20,000 ആണ് വരിക. 2 lakhന്റെ 10% 20,000 അല്ലെ. അപ്പം നമുക്ക് കിട്ടി. ക്രെഡിറ്റിലെ 2 എമൗണ്ട് കിട്ടി. എത്രയാണ്? 2 ലക്ഷം 20,000. അതായത് ഈ സെക്യൂരിറ്റി പ്രീമിയം 10% ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഒരു 2 lakhന്റെ 10% എന്ന് പറയുമ്പോൾ 20,000. രണ്ടും കൂടി കൂട്ടി 2,20,000 രൂപ നമുക്ക് എന്ത് കിട്ടും? റിസീവ് ചെയ്യും. അപ്പൊ എമൗണ്ട് കോളത്തിൽ എഴുതുക 2,20,000. ഓക്കെ. അപ്പോ ഇനി ഇതിന്റെ നരേഷൻ കൊടുക്കണം. എന്താ നരേഷൻ കൊടുക്കുക? നരേഷൻ കൊടുക്കേണ്ടത് ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്, പുതിയ ഷെയർ അല്ലെ. ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് അറ്റ് ഇഷ്യൂ ഓഫ് ന്യൂ എത്ര ഷെയർ എണ്ണം കൊടുക്കുക? ന്യൂ 20,000 ഷെയർസ് അറ്റ് റുപ്പീസ് എത്രയാണ് വില? അറ്റ് റുപ്പീസ് 10 each at a premium of 10%. അല്ലെ, 10% പ്രീമിയത്തിൽ അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നരേഷൻ വരിക. അറ്റ് എ പ്രീമിയം ഓഫ് 10% എന്ന് കൊടുക്കുക. a premium of 10%. അപ്പൊ ഇഷ്യൂ ഓഫ് ന്യൂ 20,000 ഷെയർസ് അറ്റ് റുപ്പീസ് 10 each, അതായത് 20,000 10 രൂപ വരെയുള്ള ഷെയർ ഇഷ്യൂ നടത്തി. പ്രീമിയത്തിനാണ് ഇഷ്യൂ നടത്തിയത്. പ്രീമിയം 10%. ഓക്കെ, നരേഷൻ ആയല്ലോ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് എന്താണ് പറഞ്ഞത്? രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പ്രിഫറൻസ് ഷെയറിനെ റെഡീം ചെയ്യാൻ പോകുന്ന പ്രിഫറൻസ് ഷെയർ പാർലി പേഡപ്പ് ആണെങ്കിൽ അതിനെ ഫുള്ളി പേഡപ്പ് ആക്കി ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഫുള്ളി പേഡപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജ് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ആ ക്വസ്റ്റ്യനിൽ നേരെ രണ്ടാമത്തെ സ്റ്റേജ് വെച്ച് തുടങ്ങാം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജ് വെച്ച് തുടങ്ങാമായിരുന്നു. ദെൻ രണ്ടാമത്തെ സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് റെഡീം ചെയ്യാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്താണ്. ഈ പ്രോബ്ലത്തിൽ ഫ്രഷ് ഇഷ്യൂലൂടെയാണ് ഫണ്ട് കണ്ടെത്തുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫ്രഷ് ഇഷ്യൂവിനുള്ള എൻട്രി എഴുതി. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോവാണ്. മൂന്നാമത്തെ സ്റ്റേജിൽ നിന്ന് റിഡംഷനുമായി ബന്ധപ്പെട്ട കാതിൽ എൻട്രീസ് ആണ് എഴുതുന്നത്. അപ്പോൾ റിഡംഷനുമായി ബന്ധപ്പെട്ട എൻട്രി എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ റിഡംഷൻ അറ്റ് ഇതോ നോക്കൂ. റിഡംഷൻ അറ്റ് പ്രീമിയം ആണ്. 5% പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നത്. 5% പ്രീമിയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 10,000 രൂപ നമുക്ക് എന്ത് വേണം? റിഡംഷൻ പ്രീമിയം ആയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ആ എമൗണ്ട് നമുക്ക് എവിടെ നിന്ന് എടുക്കാം? നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്നോ എടുക്കാം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് തൊട്ട് മുമ്പത്തെ ജനറൽ എൻട്രി നോക്കിയാൽ കാണാം, സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഒരു 20,000 രൂപ ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ആവശ്യമുള്ള 10,000 രൂപയാണ്. അപ്പൊ എന്ത് മതി?
ജസ്റ്റ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു റിഡംഷൻ ഓൺ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ 20,000 ഇല്ല, ഫോർ എക്സാമ്പിൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഒരു 5,000 രൂപയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് എഴുതേണ്ടി വരും. കാരണം എന്താണ്, ബാക്കി 10,000 രൂപയ്ക്ക് ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എവിടെ നിന്ന് എടുക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കേണ്ടി വരും. പക്ഷേ ഈ പ്രോബ്ലത്തിൽ നമ്മുടെ കയ്യിൽ 20,000 രൂപ എന്തുണ്ട്? സെക്യൂരിറ്റി പ്രീമിയത്തിലുണ്ട്. തൊട്ട് മുമ്പത്തെ ചാനലിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് 10,000 ആണ്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം? സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിലേക്ക് ആ 10,000-നെ നമുക്ക് മാറ്റാം. അപ്പോൾ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് അതാണ്. എന്താണ്? നമുക്ക് റിഡംഷൻ പ്രീമിയത്തിന് ആവശ്യമായ എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുക്കുന്നതിനുള്ള എൻട്രി. എന്താണ് എൻട്രി? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു, അല്ലെ? എഴുതിക്കോളൂ. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ദെൻ ടു, അല്ലെ? ആ സെക്യൂരിറ്റി പ്രീമിയത്തിന്റെ എമൗണ്ട് എങ്ങോട്ടാ മാറ്റുന്നത്? റെഡീം ചെയ്യാനുള്ള പ്രീമിയത്തിലേക്കാണ് മാറ്റുന്നത്, അല്ലെ? ടു എന്ത് ചെയ്യണം? പ്രീമിയം ടു പ്രീമിയം ഓൺ റിഡംഷൻ, ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്, ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിൽ ഒന്ന് എഴുതുന്നു. അപ്പൊ നമുക്ക് എത്ര ആവശ്യമുള്ളത്? നമ്മൾ റെഡീം ചെയ്യാൻ ആവശ്യമായ പ്രീമിയം എത്രയാണ്? നമ്മൾ ഓൾറെഡി വർക്കിംഗ് നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? 10,000 രൂപയാണ്. സോ ഇവിടെ എഴുതുന്നു 10,000. വർക്കിംഗ് നോട്ടിൽ നമ്മൾ ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ട്, നേരെ കൊണ്ട് എഴുതുക. ഓക്കെ, അപ്പോൾ എന്താ നരേഷൻ കൊടുക്കുക? നമ്മൾ എന്താ നരേഷൻ കൊടുക്കുക? അവിടെ എന്താ കൊടുക്കുക? പ്രൊവൈഡഡ് റിഡംഷൻ പ്രീമിയം ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം, അല്ലെ? അങ്ങനെ കൊടുത്താൽ മതി. പ്രൊവൈഡഡ് പ്രീമിയം ഓൺ റിഡംഷൻ, എവിടെ നിന്ന്? ഔട്ട് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം, സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നാണ് എന്താണ് പ്രീമിയം റിഡംഷനിലേക്ക് ഉള്ള എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്തത്. ഓക്കെ, നരേഷൻ അങ്ങനെ കൊടുക്കുക. ഇനി അടുത്തത് എന്താ വേണ്ടത്? അടുത്ത എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഇനിയിപ്പോ നമുക്ക് എന്താണ് പ്രീമിയം റിഡംഷൻ നടത്തുന്നതിന് മുമ്പ് വരേണ്ട എല്ലാമായി, അതായത് ഫൈനൽ കോള് വിച്ച് മീൻസ് പാർട്ലി പേഡപ്പിനെ ഫുള്ളി പേഡപ്പ് ആക്കി, റെഡീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തി, ദെൻ റെഡീം ചെയ്യുന്ന സമയത്ത് നൽകാനുള്ള പ്രീമിയത്തിന് വേണ്ടി സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് പ്രീമിയത്തിനെ എടുത്തു. ഇനി എന്ത് ചെയ്യണം? റെഡീം ചെയ്യണം. റെഡീം ചെയ്യണമെങ്കിൽ ആദ്യം റിഡംഷൻ ഡ്യൂ ആക്കണം. അപ്പൊ നാലാമത്തെ സ്റ്റേജ് അതാണ്, റിഡംഷൻ ഡ്യൂ ആക്കുക, റിഡംഷന്റെ പേയ്മെന്റ് കാണിക്കുക. അപ്പോൾ റിഡംഷൻ ഡ്യൂ ആക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നിലവിലുള്ള പ്രിഫറൻസ് ഷെയറിന് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിലവിലുള്ള പ്രിഫറൻസ് ഷെയറിന്റെ പേരെന്താണ്? 8% റെഡീമോൾ പ്രിഫറൻസ് ഷെയർ എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്? ആ പേര് തന്നെ കൊടുക്കണം കേട്ടോ. 8% റെഡീമബിൾ. ക്വസ്റ്റ്യനിൽ അങ്ങനെ കൊടുത്തില്ല. അപ്പൊ റെഡീമബിൾ 8%. ഞാൻ ചുരുക്കി എഴുതുകയാണ്, നിങ്ങൾ ഫുള്ളാക്കി എഴുതിക്കോളൂ. 8% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ, 8% redeemable preference share capital account, 8% redeemable preference share capital account debtor then പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഇവിടെ റിഡംഷൻ പ്രീമിയം കൂടി നൽകുന്നുണ്ടല്ലോ, അല്ലെ? അപ്പൊ എന്താണ് നേരെ, അല്ലെങ്കിൽ പ്രീമിയം നൽകുന്നില്ലെങ്കിൽ റിഡംഷൻ അറ്റ് പാർ ആണെങ്കിൽ എന്ത് എഴുതിയാൽ മതിയായിരുന്നു? 8% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ പ്രീമിയം ഓൺ റിഡംഷൻ ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? അതും മാത്രം എഴുതിയാൽ പോലെ എന്തും കൂടി എഴുതണം? പ്രീമിയം ഓൺ റിഡംഷൻ എന്നും കൂടി എഴുതണം. കാരണം ആ എമൗണ്ടും കൂടി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിലുള്ള എമൗണ്ട് പ്ലസ് അവർക്ക് എന്തും കൂടി കൊടുക്കുന്നുണ്ട്? പ്രീമിയം ഓൺ റിഡംഷനും കൂടി അവർക്ക് നൽകുന്നുണ്ട്. സോ നമ്മൾ അതും കൂടി അവിടെ എഴുതണം. ഓക്കെ, എന്ത് ചെയ്യണം? പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ, അതായത് റെഡീം ചെയ്യാൻ പോകുന്ന പ്രിഫറൻസ് ഷെയറിന്റെ എമൗണ്ട് പ്ലസ് റെഡീം ചെയ്യാൻ പോകുന്ന പ്രിഫറൻസ് ഷെയറിൽ നിന്ന് കിട്ടുന്ന പ്രീമിയം, റിഡംഷൻ പ്രീമിയം, അത് രണ്ടും കൂടിയും കൂട്ടിയിട്ട് ആർക്ക് നൽകുന്നു? ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്, ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ടിലേക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എമൗണ്ടിനെ മാറ്റുന്നു.
അപ്പൊ റെഡീം ചെയ്യുന്നത് എത്ര രൂപ വിലയുള്ള പ്രിഫറൻസ് ഷെയറിനെ റെഡീം ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അല്ലെ. 2 lakh rupees വിലയുള്ള പ്രിഫറൻസ് ഷെയറിനെയാണ് റെഡീം ചെയ്യുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നേരെ എന്ത് ചെയ്യണം? 2 lakh. ദെൻ റെഡീം ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന പ്രീമിയം എത്രയാണ്? നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. മുകളിൽ ജനററി നോക്കിയാൽ കാണാം. എത്രയാണ് റെഡീം ചെയ്യാൻ ആവശ്യമായ പ്രീമിയം? 10,000. അതുകൊണ്ട് പ്രീമിയം റിഡംഷൻ നേരെ എന്ത് ചെയ്യുക? 10,000. ഓക്കെ. രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് 2,10,000 ആണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് നൽകുന്നത്. 2,10,000. ഓക്കെ. അപ്പൊ എന്താ നരേഷൻ കൊടുക്കുക? നരേഷൻ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ എന്താ ചെയ്തത്? നമ്മള് റിഡംഷൻ ഡ്യൂ ആക്കുക ചെയ്തത് അല്ലെ. അപ്പൊ എഴുതുക എമൗണ്ട് ഡ്യൂ ടു ആർക്കാ? പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഡ്യൂ എൻട്രി എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേയ്മെന്റ് എൻട്രി കാണിക്കണം. കൊടുക്കാനുണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പൊ കൊടുക്കുമ്പോൾ എൻട്രി എന്താണ്? വളരെ സിമ്പിൾ. എപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. എന്താണ്? പ്രിഫറൻസ് ഷെയർ അല്ലെ. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ബാങ്ക്. ഓക്കെ. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുക. എത്രയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുള്ളത്? 2,10,000 ആണ്. സോ എമൗണ്ട് അവിടെ എഴുതുക 2,10,000. ഓക്കെ. ദെൻ നരേഷൻ കൊടുക്കുക എന്താണ്? പേയ്മെന്റ് മെയ്ഡ് ടു ആർക്ക് കൊടുത്തു? പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക്. അപ്പൊ പേയ്മെന്റ് മെയ്ഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് നൽകി. ഓക്കെ. അപ്പൊ ഇങ്ങനെ 4 സ്റ്റേജസ് ആയിട്ട്, അപ്പൊ ഇത്രയേ ഉള്ളൂ ജനറൽ എൻട്രീസ്. അപ്പൊ ഇങ്ങനെ 4 സ്റ്റേജസ് ആയിട്ടാണ് നമുക്ക് എൻട്രീസ് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് ക്വസ്റ്റ്യൻ വായിക്കുന്നു. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് പാർട്ലി പേഡപ്പ് ആണോ ഫുള്ളി പേഡപ്പ് ആണോ നോക്കുന്നു. പാർട്ലി പേഡപ്പ് ഷെയർസുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ അതിനെ ഫുള്ളി പേഡപ്പ് ആക്കാനുള്ള എൻട്രീസ് ചെയ്യുക. അപ്പൊ അതിനെ ഫൈനൽ കോൾ വിളിക്കണം. ഫൈനൽ കോൾ എമൗണ്ട് കിട്ടുന്ന എൻട്രി ചെയ്യുക. 2 എൻട്രീസ് വരും. ഇതിന് അടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ പുതിയ ഷെയർ ഇഷ്യൂ നടത്താനുള്ള എൻട്രി ചെയ്യുക. ദെൻ പിന്നെന്താണ് അടുത്ത എൻട്രി? റിഡംഷൻ എന്താണ് അറ്റ് പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് എടുക്കുന്ന എൻട്രി ചെയ്യുക. ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത 4ാമത്തെ സ്റ്റേജിൽ എന്താണ്? റിഡംഷൻ ഡ്യൂ ആക്കുക അല്ലെ. റിഡംഷൻ പ്രീമിയം അടക്കം ഇത്ര എമൗണ്ട് എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് നൽകാനുണ്ടെന്ന് പറയുന്നു. ആ എമൗണ്ട് നൽകുന്നു. ഇങ്ങനെ 4 സ്റ്റേജസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചിട്ട് ഈ വീഡിയോയുടെ സഹായത്തോടു കൂടി നിങ്ങൾ ഒരു തവണയും കൂടി എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് അർത്ഥം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രസക്തി. ചെറിയ 4 ലൈനുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് എത്ര എൻട്രി വന്നു? മൊത്തത്തിൽ 4 സ്റ്റേജസിലൂടെ നമുക്ക് ഒരു 8 എൻട്രിയോളം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത്രയും എൻട്രീസ് നമുക്ക് അവിടെ വന്നു. അപ്പോൾ പ്രോബ്ലത്തിന്റെ ലൈൻ നോക്കുന്ന സമയത്ത് ചെറിയ പ്രോബ്ലം ആയിട്ടൊക്കെ തോന്നും. സംഭവം സിമ്പിൾ പ്രോബ്ലം തന്നെയാണ്. പക്ഷെ എന്താണ് എഴുതി വരുമ്പോൾ നമുക്ക് കുറച്ച് 8 എൻട്രിയോളം നമുക്ക് എഴുതാൻ ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആവുക. അപ്പോൾ ആദ്യം ഈ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നേരത്തെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് തിയറി ബേസ് ഉള്ള മൊത്തം തിയറി ബേസ് പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മൊത്തം കണ്ട് അതിൽ പറയുന്ന ജേണൽ എൻട്രീസ് എല്ലാം പഠിച്ചതിന് ശേഷം ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ് കൃത്യമായിട്ട് അന്നത്തെ വീഡിയോസ് കണ്ട് ഫോളോ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി വെക്കും തോറും, കാരണം റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് എടുത്ത് കാണാം എന്നുള്ളത് കൊണ്ട് അതിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓവർ സ്റ്റോക്ക് ആയിട്ട് മാറും. അതിന് പിന്നെ ലാസ്റ്റ് ഒരു ബേർഡൻ ആയിട്ട് മാറും. അപ്പൊ അതിന് നിൽക്കരുത്. അന്നാമത്തെ ക്ലാസ് അന്നാന്ന് തന്നെ കണ്ടുപോവുക. നോട്ടുകൾ തയ്യാറാക്കി അങ്ങനെ പോവാം. ഓക്കെ. കഴിഞ്ഞ ദിവസത്തിന്റെ ക്ലാസ്സിന്റെ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ആ ക്ലാസ്സിന്റെ ചാപ്റ്ററിന്റെ എഴുതുക, പ്രോബ്ലം ചെയ്തു നോക്കാം. ഓക്കെ. അടുത്ത ദിവസം നമുക്ക് വേറൊരു പ്രോബ്ലമായിട്ട് കാണാം. ശരി.